ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ പിന്നീട് ധനലക്ഷ്മി കുറേ കാര്യങ്ങളായിട്ട് കൺമണിയോട് പറയുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ മര്യാദപൂർവ്വമായിട്ടാണ് ജീവിച്ചിരുന്നത്. എല്ലാ ചിട്ടയോടു കൂടി തന്നെയാണ് എൻ്റെ വീട്ടുകാർ. ഞങ്ങൾ നല്ല തറവാടികളായിരുന്നു. രാത്രി 7 മണിക്ക് ശേഷം തന്നെ ഞങ്ങൾ പുറത്തിറങ്ങാതെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അന്യരായിട്ടുള്ള ഏതെങ്കിലും പുരുഷന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങുക പോലുമില്ല. ഇപ്പോൾ നീ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്, നിനക്കറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ ദൈവത്തിൻ്റെ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ജീവിച്ചു വളർന്നതെന്നൊക്കെ കൺമണിയോട് ശാസിക്കുന്നു കേട്ടോ. കൺമണി ഇത് കേൾക്കുമ്പോഴത്തേനും പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് ഇപ്പം എന്താ വേണ്ടത്? എന്തപ്പം ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ലേ? നിൻ്റെ എടുത്തുചാട്ടവും അതുപോലെ തന്നെ നിൻ്റെ ഈ നിയന്ത്രണം വിട്ടിട്ടുള്ള ഈ രാത്രിയില്ല വരവും പോക്കും അത് ശരിയാണോ കൺമണി എന്ന് ചോദിക്കുന്നു കേട്ടോ. എൻ്റെ കാര്യങ്ങൾ ഏട്ടത്തി അന്വേഷിക്കേണ്ട. ഏട്ടത്തി വലിയ മാന്യതയാണെന്നല്ലേ പറഞ്ഞു വരുന്നത്. എല്ലാ ചിട്ടകളോടു കൂടിയും ഏട്ടത്തിൻ്റെ വീട്ടുകാർ ഏട്ടത്തിയെ വളർത്തിയിട്ടുണ്ട്. പക്ഷേ മനസാക്ഷി അതുണ്ടോ? പിന്നെ നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവത്തെ പേടിയുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കൺമണിയെ അടിക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എന്താ നീ എന്നെ അടിക്കാൻ നോക്കുമോ? നിനക്ക് മനസ്സിലായില്ലേ എന്നെ? ഇതുവരെ മനസ്സിലായില്ലേ ഏട്ടത്തി? എൻ്റെ കൈയിൻ്റെ ചൂടിനി നിങ്ങൾ അറിയണ്ട. നിങ്ങളെപ്പോലെ വലിയ തറവാടികളൊന്നും അല്ലെങ്കിലും മാന്യമായിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചുകൊണ്ട് വരുന്നത്. എല്ലാ ഗുണങ്ങളും എനിക്കും തന്നെ ഉണ്ട്. പക്ഷേ ഞാനത് മറ്റാരോടും പറഞ്ഞുകൊണ്ട് നടക്കുകയോ എന്നെപ്പോലെ ചെയ്യണമെന്ന് ശ്വാസിക്കുകയോ ശിക്ഷിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല എന്നൊക്കെ കൺമണി പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ വഴി മുടക്കാനായിട്ട് നിൽക്കണ്ട. എനിക്ക് എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. എന്നെ നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന ധനലക്ഷ്മി ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം കൺമണിയുടെ കയ്യിലെ ചൂട് ആദ്യമേ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ ധനലക്ഷ്മി. പിന്നീട് നമ്മുടെ ഗോകുൽ വരുന്നുണ്ട് കേട്ടോ. എന്താ അപ്പേ, എന്താ ഇങ്ങനെ മുഖത്തൊരു വിഷമം പോലെ? ഒന്നുമില്ലടാ അപ്പേ, എനിക്കറിയാലോ. അപ്പേ ഇതിന് മുൻപേ ഞാൻ കണ്ടിട്ടില്ലേ? അപ്പേ ആദ്യമായിട്ട് കാണുന്ന ഒരാളൊന്നല്ലല്ലോ. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ക്രിസ്സാറായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് തുറന്നു പറയാപ്പേ എന്ന് പറയുന്നു. എന്ത് പ്രശ്നം? ഒന്നുമില്ലടാ, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പറയല്ലേ. നിങ്ങൾ രണ്ടുപേരും പിണങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ തമ്മിൽ ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല മോനെ എന്ന് പറയുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ പറയും നിങ്ങൾ പിരിയാൻ പറ്റാത്തവരാണെന്ന്, ചിലപ്പോൾ പറയും ക്രിസ്സാറിനെ കാണുക വേണ്ടെന്ന്. ഇതെന്നും നടക്കുന്നതല്ലേ, എന്നും പറയുന്നത് പോലെയല്ലടാ ഇപ്രാവശ്യം എന്ന് പറയുന്നു. ആരപ്പോൾ ഇങ്ങനെ പറഞ്ഞത്? ക്രിസ്സാറാണോ അതോ അപ്പയാണോ എന്ന് ചോദിക്കുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അല്ല, സാഗർ സാറാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സാഗർ സാർ അതിന് ICUലല്ലേ, ICUലേക്ക് ഞങ്ങൾ വിളിപ്പിച്ചു. എന്നിട്ട് ക്രിസ്സാറിൻ്റെ മുന്നിൽ വെച്ച് എന്നോട് കുറച്ച് ഉപദേശിച്ചു. സാറ് പറഞ്ഞാൽ ഞാൻ കേൾക്കാതിരിക്കില്ലടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്സാർ ഒന്നും പറഞ്ഞില്ലേ? സാറ് പറയാൻ നിന്നപ്പോൾ ഞാനാണ് വേണ്ടാന്ന് പറഞ്ഞത്. എന്നിട്ട് സാറിന് പറയാനുള്ളതും കൂടി പറയാൻ സമ്മതിക്കേണ്ട അപ്പ എന്ത് പണിയാണ് ഇപ്പോൾ കാണിച്ചത് എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും സാഗർ സാർ അങ്ങനെയൊക്കെ പറയുമ്പോൾ ICUവിൽ കിടക്കുന്ന ഒരാൾ ദൈവത്തെ വിചാരിച്ച് കിടക്കേണ്ടേ? ഇപ്പം അയാൾ എന്താ ചെയ്തത്? ഈ പ്രണയത്തെ തകർക്കാനാണോ നോക്കുന്നത്? നീ ഒന്നും മിണ്ടാതിരുന്നേ. അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ സാധിക്കില്ല. പിന്നെ അവരുടെ ഫാമിലി കാര്യങ്ങൾ ഞാൻ ഇടപെടുന്നത് ശരിയല്ല. സാഗർ സാർ എൻ്റെ ദൈവത്തെ പോലെയാണ്. സാർ പറഞ്ഞാൽ ഞാൻ കേൾക്കുമെന്ന് പറയുന്നു. എന്താ അപ്പേ, നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയാൻ പാടില്ലാത്തവരാണ്. എന്തായാലും സാഗർ സാറിന് അത് മനസ്സിലാവും. അന്നൊരു ദിവസം നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. പിന്നെ ക്രിസ്സാറിനോട് മിണ്ടാണ്ടും പറയാണ്ടൊന്നും ഇരിക്കരുത്. അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് പറയുന്നു. പെട്ടെന്ന് ഫോൺ കോൾ വരുന്നു കേട്ടോ. അത് ക്രിസ്സാറായിരിക്കും. എന്തായാലും സാറിൻ്റെ ഫോൺ കോൾ എടുക്കുക അപ്പേ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഫോൺ എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അത് ക്രിസ്സാറല്ല, അത് മറ്റേ അത് ക്രിസ്താറല്ല വിളിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ ഭാഗ്യശ്രീയാണ് കേട്ടോ. ഭാഗ്യശ്രീ ഫോൺ ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ സംസാരിക്കുന്നു. അതിന് പറയുന്നുണ്ട്, കൺമണി ഞാനിപ്പോൾ വലിയൊരു അപകടത്തിലാണ് നിൽക്കുന്നത്. എന്നെ പിടിച്ച് കെട്ടിയിരിക്കുകയാണ് അച്ഛനും അമ്മയും. എന്താ ഭാഗ്യശ്രീ പറയുന്നത്? എവിടെയാണെന്നും കൂടെ എനിക്കറിയില്ല. എനിക്കെൻ്റെ ഫോൺ ഉണ്ടായതുകൊണ്ട് കൺമണിയൊന്ന് വിളിക്കാൻ സാധിച്ചു. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇന്ന് രാത്രി സാഗർ സാറിനെ തകർക്കാനായിട്ട് നോക്കുന്നു. അദ്ദേഹത്തെ കൊല്ലും. എൻ്റെ ബലരാമൻ ചേട്ടൻ അവിടെയുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഗുണ്ടകളെ വെച്ച് കൊല്ലാൻ ശ്രമിക്കും. എന്നിട്ട് ഏട്ടൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് നോക്കുന്നത്. ഇന്ന് രാത്രി ഇത് സംഭവിക്കും കൺമണി എന്ന് പറയുന്നു. എന്താ ഭാഗ്യശ്രീ പറയുന്നത്? കൺമണി ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നോട് സംസാരിക്കാൻ നേരമില്ല കൺമണി. എത്രയും പെട്ടെന്ന് നീ അതെന്തെങ്കിലും ചെയ്യാൻ നോക്ക്. പോലീസിന് വിവരം അറിയിക്കേണ്ട. കാരണം അച്ഛനും അമ്മയ്ക്കും വലിയ പിടിപാടുണ്ട്. അത് പോലീസുകാർ എന്തായാലും അച്ഛനും അമ്മയോടും പറയൂ, അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. ഭാഗ്യശ്രീ വിഷമിക്കേണ്ട.
കമ്മീഷണർ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ദക്ഷയോട് വിളിച്ച് പറയട്ടെ കാര്യങ്ങളൊക്കെ. ഫ്രണ്ടാണെങ്കിൽ കുഴപ്പമില്ല, വേറെ ആരും ഈ പുറത്ത് ന്യൂസ് പോകരുതെന്ന് പറയുന്നു കേട്ടോ. എന്തായാലും ഭാഗ്യശ്രീ കിടക്കുന്ന ലൊക്കേഷൻ എനിക്ക് ഒന്ന് അയച്ചതാ, ഞാൻ ഒന്ന് പരിശോധിക്കാം, നിന്നെ വിളിപ്പിക്കാം എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ശരി കൺമണി, എല്ലാം സൂക്ഷിച്ച് കണ്ട് ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ ഗൂഗിൾ ചോദിക്കുന്നുണ്ട്, എന്താ അപ്പം എന്താ പ്രശ്നം? എടാ ആകെ പ്രശ്നത്തിലാണ്, സാഗർ സാറിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഭാഗ്യശ്രീയെ വിളിച്ചതെന്ന് പറയുന്നു. പെട്ടെന്ന് ഞാൻ ദക്ഷയെ വിളിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ദക്ഷയെ വിളിക്കുന്നുണ്ട്. എന്താ സൂപ്പർ കൺമണി, എന്തൊക്കെയുണ്ട് വിശേഷം? ദക്ഷ, എനിക്കൊരു ഹെൽപ്പ് വേണം, അത്യാവശ്യമാണെന്ന് പറയുന്നു. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അങ്ങനെ ആ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് ദക്ഷയോട് പറയുന്നുണ്ട് കേട്ടോ കൺമണി. അപ്പോഴത്തേക്കും ദക്ഷ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. കൺമണി യാതൊരു പ്രശ്നം കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഇന്ന് ഫുൾ സെക്യൂരിറ്റി അവിടെ ഉണ്ടാവും, നമ്മുടെ സ്റ്റാഫുകൾ അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുക കേട്ടോ. ടെൻഷൻ അടിക്കേണ്ട, സാഗർ സാറിന് ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ടാവും എന്ന് പറയുന്നു കേട്ടോ. കൺമണി ടെൻഷൻ അടിക്കാതെ നിൽക്കുമെന്ന് പറയുന്നു. അങ്ങനെ തന്നെ ഗോകുലും കൺമണിയോട് സംസാരിക്കുന്നുണ്ട്. ആകെ പ്രശ്നത്തിലാണടാ, ഇത് പ്രശ്നം ഗുരുതരാവുന്ന തോന്നുന്നത്. ഇന്ന് സാഗർ സാറിനെ അവസാനിപ്പിക്കും, അങ്ങനെ നടക്കാൻ പാടില്ല, ആ ചതി എനിക്ക് തടഞ്ഞേ പറ്റുള്ളൂ. അപ്പം എന്ത് ചെയ്യാനാണ്? അപ്പം വിളിക്കേണ്ടവരെ വിളിച്ചറിയിച്ചില്ലേ, ഇനി അപ്പം ഈ രാത്രി എന്ത് ചെയ്യാനാണ്? എനിക്ക് സാധിക്കുന്നത് ഞാനും ചെയ്യണടാ, സാഗർ സാറിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ, മരണത്തേക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. റിസാറിൻ്റെ അച്ഛനാണ്, എനിക്ക് വളരെ ബഹുമാനപ്പെട്ട ഒരാളാണെന്ന് പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ബാലുവും അതുപോലെ സുമിത്രയും വന്നിട്ട് ഗുണ്ടകളെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം, അത് ഒറ്റ വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല, എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്ന് പറയുന്നു. ആ ടൈമിലാണ് അവരെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടെ കുറേ പോലീസുകാർ വന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ തകർക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടിരിക്കും, എത്രയും പെട്ടെന്ന് തന്നെ വേണം, നിങ്ങളെന്തായാലും അവരെ പിടിക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ആ ഗുണ്ടകൾ ചെന്നിട്ട് പോലീസുകാരെയൊക്കെ പിടിച്ചു മാറ്റുന്നു കേട്ടോ. എന്നിട്ട് അവരുടെ വേഷത്തിൽ തന്നെ ആ ഗുണ്ടകൾ ചെല്ലുന്നുണ്ട് കേട്ടോ. ഈ വേഷത്തിൽ നിങ്ങൾ ICയുടെ മുന്നിൽ തന്നെ ഉണ്ടാവണം, പോലീസുകാരാണെന്നേ തോന്നാവൂ, എന്തായാലും ഞങ്ങൾ തൊട്ട് പിന്നാലെ ഉണ്ടാവും, ICയിലേക്ക് ഞങ്ങൾ കയറും, സാഗറിനെ അവസാനിപ്പിക്കും, അയാൾ അവസാനിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്, ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് അവൻ തീരണമെന്ന് പറയുന്നു കേട്ടോ. നിങ്ങൾ കാവലായി നിന്നാൽ മതി എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ അവർ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന കൃഷ്ണനെയും അതുപോലെ തന്നെ മാനസയാണ് കേട്ടോ. മാനസയോട് പറയുന്നുണ്ട്, മാനസ നീ ഇത്രയും നേരം ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിലേക്ക് പൊക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് വേണമല്ലേ അവളെ വിളിച്ച് വരുത്താൻ? നടക്കില്ല കൃഷേ, കാരണം ഞാൻ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ അതൊന്നും വെച്ച് പറഞ്ഞതല്ലടി, നീ വേണമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞാലേ, പോകുന്നില്ല, എനിക്കതിന് മനസ്സില്ല എന്ന് പറയുന്നു. എന്തായാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും, അവൾ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാം, അവൾ ചിലപ്പോൾ വരും, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കൺമണി തിരിച്ചു വരും എന്നുള്ളത്, നിന്നെയൊന്നും അവൾ ഒരിക്കലും വക വെക്കില്ല എന്ന് പറയുന്നു കേട്ടോ. അവളുടെ ഒരു കള്ളനാടകം കണ്ടില്ലേ, എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ്, ഇനി ആരുടെ കൂടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നിന്നെ വിട്ടു തരികയാണെന്നൊക്കെ പറഞ്ഞ് അവൾ നാടകം ഇറക്കിപ്പോയില്ലേ. എന്തായാലും അവളിങ്ങോട്ട് വരട്ടെ, ഞാൻ കണ്ടിട്ടുണ്ട് എന്താ കാണിക്കണ്ടേ എന്നുള്ളത്, അവളുടെ നാടകമൊന്നും എൻ്റെ കയ്യിൽ പോവില്ല എന്ന് പറയുന്നു. കൃഷി പറയുന്നുണ്ട്, അവൾ എന്തായാലും തീർച്ചയായും ഇങ്ങോട്ട് വരും, എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്നെ ഉപേക്ഷിച്ച് അവൾക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളത്. ആ സമയം തന്നെ സാഗറിനെ രക്ഷിക്കാൻ കൺമണി വരിക കേട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് കഴിയുന്നുണ്ട് കേട്ടോ. വൈകിട്ട് പ്രമോ ആയിട്ട് നമുക്ക് വീണ്ടും